ഫാത്തിമ പുന്നൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അനിയത്തി മുർഷിമോളുടെ മോളുടെ ഐഷു ബേബിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. പന്നിത്തടത്തിലാണ് വീട്. അപ്പോൾ അങ്ങോട്ട് എല്ലാവരും കൂടിയിട്ട് ഞാനും ഫാത്തിമയും പൊന്നും കൂടിയിട്ട് പോകാൻ കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു. ബസ്സിന് കാത്തു നിന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഗുരുവായൂർ ബസ് വന്നു, കയറി. അങ്ങനെ കുന്നംകുളത്തെ സ്റ്റാൻഡിലെത്തി. അവർക്ക് നല്ല ദാഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ടി വേണം പറഞ്ഞിട്ട് രണ്ടാൾക്കും ഫ്രൂട്ടിയൊക്കെ മേടിച്ച് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ പോവാൻ കേട്ടോ. അപ്പോൾ വടക്കാഞ്ചേരിക്കുള്ള ബസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൽ കയറി ഫ്രൂട്ടിയൊക്കെ കുടിച്ച് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ പന്നിത്തടത്തിൽ വന്ന് ഇറങ്ങി നോക്കുമ്പോൾ മുർഷിമോളുടെ അനിയനും അനിയത്തിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ രണ്ടാളും വന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോയി. അങ്ങനെ പോണ സമയത്ത് റിൻഷാദ് പറഞ്ഞ്, താത്ത നമ്മളിവിടെ ഒരു കുതിര ഉണ്ട് ഇവിടെ വളപ്പിൽ, ഒന്ന് പോയി കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് പോണ വഴിക്ക് അവിടെ ഞങ്ങളെ ഇറക്കിയിട്ട് താത്ത വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തോന്ന് പറഞ്ഞിട്ട് ഇന്ന് കൊടുക്കാൻ. അങ്ങനെ വന്നിട്ട് കുതിരനൊക്കെ കുട്ടികൾക്കും ഞാനൊക്കെ വന്ന് കണ്ടു, കാണിച്ചു തന്നു. അങ്ങനെ അതിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ കുതിരനെ കണ്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ അവിടുന്ന് പോരാൻ നിന്നു കേട്ടോ. ഉമ്മയും അനിയത്തി അനിയനും ബിലാൽ മോനും അവിടുന്ന് കുട്ടികളൊക്കെ പോരുന്നുള്ളൂ കേട്ടോ. ഞാനിങ്ങനെ ഇപ്പുറത്തെ കൂടെ ബസ്സിൽ വന്നതാണ്. ഇക്കങ്ങനെ വരാൻ എളുപ്പം. അവിടുന്ന് വീട്ടിൽ നിന്ന് മറ്റൊരു വരുന്നുണ്ട്. അങ്ങനെ മുർഷിമോളെ വീടെത്തിയിട്ടോ. വലിയത്ത 1:30 മണി കഴിഞ്ഞിരിക്കണം കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. വന്നവരൊക്കെ ആദ്യം എല്ലാവർക്കും ഫുഡ് കൊടുക്കുകയാണ്. ഇനി പിന്നെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരാനുണ്ട്. അങ്ങനെ അവരെത്തിയിട്ടോ. അവരെത്തുമ്പോൾ 2 മണി ആവാറായി. അങ്ങനെ അവർ വരികയാണ് കേട്ടോ. എന്താ സലമോനെ സംസാരിക്കേ നിന്നോ നോക്കട്ടെ. ആ അടിച്ചോ. വേറെന്തേലും പറഞ്ഞോക്ക്. ഇനി കുറച്ച് ഫോട്ടോഷൂട്ട് ആവട്ടാ. എല്ലാവരും നിന്നിട്ട് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്ത്. ഐഷൂട്ടിനായിട്ട് ഫോട്ടോ എടുക്കാൻ കുറച്ച് പണിയായിരുന്നു. പിടിച്ച് നിർത്തി നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ കണ്ട് എടുപ്പിച്ചു. കുട്ടിക്ക് അവസാനം ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങിയിട്ടാ. ബർത്ത്ഡേ കുട്ടി കേക്ക് മുറിക്കാൻ പോവാണ്. ഇന്നലെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പറ്റാത്ത വിഷമത്തിൽ ഇന്നിന്റെ ഇതാരുണ്ടാക്കിയതാ? ആ പെങ്ങളെന്നെ ഉണ്ടാക്കിയിട്ട് ആങ്ങളെ കൊണ്ട് കുട്ടറെ ബർത്ത്ഡേ മുറിപ്പിക്കാണ്. കത്തി ഏതാണ്? കത്തി മേഡ് ഇൻ ജപ്പാൻ. ഇത് ആരുണ്ടാക്കിയ കേക്കാണ്? എപ്പോഴുണ്ടാക്കി? രാത്രി 3 മണിക്ക്. പുലർച്ചെ 3 മണി വരെ നിന്നുണ്ടാക്കി. അതൊക്കെ ഉണ്ടതില്. അത് നിന്നടി എവിടെ നിക്ക്? ഇതാ കേക്ക് പിടിക്കാൻ. വായ മക്കള് വരൂ. കേക്ക് പോയി.
സ്വന്തമായി കേക്ക് മുറിച്ചിട്ട് സ്വന്തമായി കഴിക്കാണ് അല്ലേ? എടാ അവർക്കൊക്കെ കൊടുത്തില്ലേ? 1.5 കിലോ വരും. 2 കിലോ മുറിച്ചുണ്ടാക്കിയോണ്ടല്ലേ? ലഡു ഉണ്ട്, ചുവന്ന ലഡു. ഇതിന്റെ നെയ്യുള്ള ലഡു അല്ലേ? ജിമ്മിനൊന്നും പോണില്ല. ഫുള്ള് തടിക്കാൻ തീരുമാനിച്ചു അല്ലേ? കളിക്കാൻ തീരുമാനിച്ചു, തിന്നെ തീരുമാനിച്ചു. ഇത് കുട്ടിയുടെ കംപ്ലീറ്റ് ഗിഫ്റ്റോളാണ് കേട്ടോ. ബിലാൽ മോനെ അവിടെ അടുക്കള കയറി കേക്ക് കഴിക്കൽ കഴിഞ്ഞിട്ട് ആകെ കൂടിയിട്ട് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ അറിയണ ഒരൊറ്റ സാധനം മാത്രമേ ഉള്ളൂ, അൽച്ചായ. അൽച്ചായ അത് അടിപൊളിയായിട്ട് അത് ഞാൻ നല്ല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൃത്തിയായിട്ടുണ്ട്. എന്തായാലും മോഹൻലാൽ ശാന്തമായ അല്ല ചായ ഐസിങ്ങോട്ടല്ലേ പാലങ്ങട്ട. അതറിഞ്ഞോളാം. എല്ലാ കേക്കും മധുരൊക്കെ കഴിച്ചിട്ട് ഇനി കടുപ്പത്തിലൊരു ചായ കുടിക്കാൻ വേണ്ടിട്ട് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യല്ലേ? വിത്തൗട്ട് ഷുഗർ. ഞങ്ങൾക്കൊക്കെ മധുരം വേണം. പിന്നെ ഞങ്ങൾക്കൊക്കെ മധുരം വേണം, അവർക്ക് മാത്രം മധുരമില്ലാത്ത. ഞാൻ ആർക്കും ചായ ഉണ്ടാക്കാൻ അവസരം. മൈട്ടി, അങ്ങനെ ഒരു ബ്രാൻഡ് ഇറക്കിയാൽ നമുക്ക് മൈട്ടി. എന്താ ഐശുവിന്റെ പുതിയ സമ്മാനം കേട്ടാ. അങ്ങനെ മാഷാ അല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് പോരാണ് കേട്ടോ. വൈകുന്നേരമായി 4:30 സമയമൊക്കെ ആയിക്കണു. എല്ലാവരും കൂടിയിട്ട് ഞാൻ ഇട്ടോണത്തേക്ക് പോരാണ് കേട്ടോ. വരുമ്പോൾ ഞാൻ ബസ്സിലാണ് പോകുന്നത്, പോകുമ്പോൾ ഇപ്പോൾ ഇവരെ കൂടെ ഇട്ടോണത്തേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇട്ടോണത്ത് എത്തിയിട്ടോ. എല്ലാവരും ഇട്ടോണത്ത് എത്തി, അൽഹംദുലില്ലാ. ഇനി എന്തായാലും ഇന്ന് ഇവിടെ നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇൻഷാ അല്ലാ. ഇനി നാളെ മൺഡേ ക്ലാസ് ഉള്ളതാണല്ലോ, ഒക്കെ സ്കൂളുണ്ട്, അപ്പോൾ പോകണം. അപ്പോൾ നാളെ നേരത്തെ പോകാമെന്ന് വിചാരിച്ച്. ഇന്നിപ്പോൾ എന്തായാലും ഇവിടെ കൂടാമെന്ന് വിചാരിച്ച്. നാളെ കാലത്ത് നേരത്തെ പോകണം. അങ്ങനെ വഹാബ് വണ്ടി നിർത്തിയിട്ട് അവൻ്റെ വീട്ടിലേക്കും പോയി. ഞങ്ങളെല്ലാവരും ഇങ്ങോട്ടും കയറിയിട്ടോ.